ഓടും കുതിര ചാടം കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, അതേ കൂട്ട് ഓടും പാക്കി ചാടും പാക്കി മീൻ കണ്ടാൽ നിൽക്കും പാട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി മാറ്റി കേട്ടോ. അതിന് കാരണമുണ്ട്, നാട്ടിൽ പോയിട്ട് വന്നേ പിന്നെ എൻ്റെ പാക്കിക്ക് മീനില്ലാതെ ചോറിറങ്ങാത്ത അവസ്ഥയാണ്. ഇവിടെ ആണെങ്കിൽ അങ്ങനെ മീൻ കിട്ടാത്ത അവസ്ഥയും, കിട്ടണമെങ്കിൽ തന്നെ ദൂരെ മാർക്കറ്റിൽ പോകണം, മാർക്കറ്റിൽ പോകാൻ തന്നെ ആളില്ലാത്ത അവസ്ഥ. എന്തോ ചെയ്യാൻ, അപ്പം മീൻ വേണമല്ലോ. അഥവാ മീൻ കിട്ടിയാലോ ബംഗാളികൾ തിന്നുന്ന മീൻ. ഞാൻ ബംഗാളികൾ തിന്നുന്ന മീൻ എന്ന് ഉദ്ദേശിച്ച് രോഹു കട്ട്ല ആ ഒരു ടൈപ്പ് മീനൊക്കെയാണ്. എന്താണെന്നറിയത്തില്ല, ഞാൻ അതിനെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നാട്ടിൽ നിന്ന് കുറച്ച് ഉണക്കക്കൊഞ്ചും ഉണക്കക്കുറിച്ചിയും എല്ലാം കൊണ്ടുവന്നിട്ടുകൊണ്ട് പാക്കിക്ക് ഡെയിലി അതൊരു കറിയാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഉണക്കക്കൊഞ്ച് കൊടുത്ത് നമുക്ക് കുഞ്ഞിനെ പറ്റിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ ഇരിക്കുന്ന ഉണക്കക്കൊഞ്ച് പയ്യെ അതിൻ്റെ തലയെല്ലാം നുള്ളി എടുക്കുന്നത് വലിയൊരു ടാസ്ക് തന്നെ കേട്ടോ. അന്നേരം ഞാനൊരറ്റത്തുനിന്ന് അതങ്ങ് തുടങ്ങി കേട്ടോ. അങ്ങനെ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് പാക്കും എൻ്റെ കൂടെ എന്തോ അമ്മ കറി വെക്കുന്ന രാവിലെ 10 മണി മുതൽ എൻ്റെ പുറകിൽ നടപ്പുണ്ട് കേട്ടോ. എനിക്ക് ചോറുതായോ പ്രോൺസും കൂട്ടി ചോറുതായോ എന്നും പറയും. സത്യത്തിൽ അവന് ചോറ് തിന്നാനോ ഈ കൊഞ്ച് മൊത്തം തിന്ന് തീർക്കാനോ അല്ല കേട്ടോ, മീൻ്റെ എന്തെങ്കിലും ഒരു മണം വേണം, അത്രയേ ഉള്ളൂ. നാട്ടിൽ ചെന്നത് ഒരു ശീലമായി മാറി ഇപ്പം. അപ്പം ഞാൻ ആ തലയെല്ലാം ഒന്ന് ഞുള്ളിയിട്ട് ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത കൊഞ്ചെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കടുവല ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടിക്കുന്നത്. അങ്ങനെ അതെല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സവാളയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുവാണ്. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഉള്ളിക്ക് നല്ല വില കുറവാണ്ട് ഞാൻ എല്ലാത്തിനകത്തിലും ഉള്ളി ഒരുപാട് അങ്ങിടുവേ. ഉള്ളിയുടെ വില കുറഞ്ഞിരിക്കുന്ന സമയത്തല്ലേ നമുക്കിങ്ങനെ ലാവിഷായിട്ട് ഉള്ളി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 100-120 രൂപ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഉള്ളപ്പം നമ്മളങ്ങ് ലാവിഷാക്കുവേ. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മസാലപ്പൊടി ഇത്ര ഇട്ടാൽ കൊഞ്ചും കൂടെ ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ പോലെ ഒന്ന് ആക്കിയെടുക്കും കേട്ടോ. ഇങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോയ കൊഞ്ചിനെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ആഹാ എന്താ നല്ല മണം, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി തന്നെ നമുക്ക് ചോറുണ്ടാവേ. അങ്ങനെ കറിയെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും നോക്കിയിരിക്കാനില്ല കേട്ടോ. ചോറും പപ്പടവും മുതിരത്തോരനും മോരുകറി വേറെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.